അവൾ അവളുടെ സ്വർണം ആവശ്യപ്പെട്ടു. അത് കൊടുത്താ ശല്യം തീരുമല്ലോ. ഇട്ടിരുന്ന ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയൊക്കെ കൃത്യമായ കണക്കുണ്ടാവുമല്ലേ നിനക്ക്? ഇപ്പോഴേ ഞങ്ങൾ ഇത് തരാൻ ഉദ്ദേശിക്കുന്നില്ല. കരുണ കാണിക്കാതിരിക്കാൻ മാത്രല്ല, സത്യം പറഞ്ഞ പകരം വീട്ടണം. ഞാൻ പോയിക്കോളാം അമ്മേ. ഇനി ആർക്കും ഒരു ശല്യത്തിനും ഉണ്ടാവില്ല. ഓ, ചാകാൻ പോകുകയായിരിക്കും. അത് പറഞ്ഞൊന്നും നീ അമ്മയെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ വീടിന്റെ പുറത്തിറങ്ങി നിൽക്കാം. എന്റെ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഒന്ന് എടുത്തു തന്നാ മതി. ഞാൻ എന്നേക്ക് വീട്ടിൽ പൊക്കോളാം. അതിൽ എനിക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തിനാ ഏട്ടത്തി അവളുടെ സാധനങ്ങൾ എന്നെ എവിടെ സൂക്ഷിച്ചു വെക്കുന്നേ? എടുത്ത് മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്ക്. കൊണ്ടുപോട്ടെ ഇവള്. ആ, അല്ലെങ്കിലേ ഇവളുടെ മുത്തശ്ശിയും കൂടി പുതിയ കഥയുണ്ടാക്കും അമ്മ. അവള് കേറി വന്നപ്പോ കൊട്ട നിറച്ചു കൊണ്ടുവന്നതാ, അതൊന്നും തിരിച്ചു കിട്ടിയില്ലെന്ന്. അവളുടെ ആഭരണങ്ങൾ എടുത്തു കൊടുത്ത് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ലാതെ ഇവളെ ഇവിടുന്ന് വിടാൻ പാടില്ല. കൽപ്പനെ, ഓ, എങ്കിൽ അവളുടെ മുറിയിൽ പോയി അവളുടെ ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ എടുത്തോണ്ട് വാ. എന്നിട്ട് അതൊക്കെ അവളുടെ മുഖത്തെറിഞ്ഞു കൊടുക്ക. കണിമംഗലത്തുകാർക്ക് ആരുടെ ഔദാര്യം വേണ്ട. ശരിയമ്മേ. എങ്കിലേ ഞാൻ ഇപ്പൊ തന്നെ ഇത് എടുത്തോണ്ട് വരാം. ദേ, ഇവിടെ ഇരുന്ന സാധനങ്ങളുമായിട്ടേ ആ വഴിയങ്ങ് പൊക്കോണം. അതല്ലാതെ പിന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി കണിമംഗലത്തിന്റെ പടിവാതുക്കൽ വരെ എത്തിയാ ഇവരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഞങ്ങളായിരിക്കും നിന്നെ കൈകാര്യം ചെയ്യാ. നിന്നെ കൊണ്ടേ ഏറ്റവും കൂടുതൽ പേരുദോഷം വന്നത് ഞങ്ങൾക്കാണല്ലോ. മനസ്സിലായോടി? വേണ്ട ഉർവശി, നീ കൂടെ പോയി ആ സാധനങ്ങൾ എടുത്തോണ്ട് വാ. ദേ, എന്നിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഞാനിപ്പോഴാ ഓർക്കുന്നേ, താൻ ചോദിച്ച ശരിയാ. ഓഫീസിൽ വന്നിട്ട് താൻ എന്ത് ചെയ്യാനല്ലേ? കണ്ടോ, ഇപ്പോഴാണോ അതിനെ കുറിച്ച് ഓർക്കുന്നത്? നിർബന്ധമായിട്ട് എന്നെ പിടിച്ച് കയറ്റിട്ട് നമുക്കേ ഒരു കാര്യം ചെയ്യാം, അത് നമുക്കങ്ങ് തിരുത്തിയാ പോരെ? എന്നാ എന്നെ പെട്ടെന്ന് കണിമംഗലത്തേക്ക് കൊണ്ടുവന്നാക്ക്. അങ്ങനെ ഒരു തിരുത്ത് മാത്രമേ ഉള്ളോ? ഒരു കാര്യം ചെയ്യാം, ഓഫീസിലല്ലേ തനിക്കൊന്നും ചെയ്യാനില്ലാത്തുള്ളൂ. നമുക്ക് നേരെ ഓഫീസിൽ പോകണ്ട. പിന്നെ നമുക്കേ വേറെ എവിടെയെങ്കിലും പോവാറോ? എന്നിട്ട് കുറേ ചുറ്റിക്കറങ്ങി തിരിച്ച് ഓഫീസിലേക്ക് വരാം. ഞാനില്ലേ, ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്നിട്ടല്ല ഊരു ചുറ്റലൊന്നും വേണ്ട. ആഹാ, ഭാര്യമാരായാൽ ഇങ്ങനെ വേണം. ഈ എന്തൊരു മഹത്തായ ഉപദേശമാ. കളിയാക്കണ്ട. ഓഫീസ് സമയമൊന്നും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. നമുക്കേ ഓഫീസിൽ തന്നെ പോ. ഞാനവിടെ എന്റെ സന്തോഷം കണ്ടെത്തിയാ പോരെ? ആ, കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷേ രാധിക എന്ന പേര് തന്നെ ത്യാഗം ചെയ്യലിന്റെ വേറൊരു പേരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ അയ്യോ, ദേ അവിടെ കുങ്കുമം വിൽക്കുന്ന ഒരു അമ്മ. അല്ല, എന്തിനാ നിർത്തിയേ? അല്ല, അവരെ കുറിച്ചല്ലേ പറഞ്ഞേ? അത് ഞാൻ കണ്ടപ്പോ വെറുതെ പറഞ്ഞല്ലേ ഉള്ളൂ. അല്ല, തനിക്കത് വാങ്ങണമെന്നുണ്ട്. നമുക്ക് വാങ്ങിയിട്ട് പോകണം. നേരം വൈകിയില്ലേ? അതൊന്നും കുഴപ്പമില്ല. ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം ഇന്നലെ പാസ്സാക്കി എടുത്തിട്ടുണ്ട്. അതങ്ങ് ചെലവാക്കാം. താവാ. കുങ്കുമം വേണമായിരുന്നു. എല്ലാ കളറും ഉണ്ട് മോളെ, ഒരു മായം ഇല്ലാത്തതാ. ഇട്ട നെറ്റ് ചൊറിയേയില്ല. ആഹാ, അത് ശരി. അപ്പൊ ഇതില് ഇങ്ങനത്തെ ഏർപ്പാടുണ്ടോ? ഉണ്ട് സാറേ. ഈ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ,
ആ. ഇവർക്ക് ഈ ചില്ലിട്ട കടകളിൽ നിന്ന് വാങ്ങിച്ചാലേ ആ. സമാധാനം കിട്ടും. പക്ഷെ അതിന്റെ ദോഷം എന്താണെന്ന് കുറച്ചുനാള് കഴിയുമ്പോഴല്ലേ മനസ്സിലാവും. ഇതിലേതാ എനിക്ക് ചെയ്താ? എന്റെ പൊന്നു രാധിക, സത്യം പറഞ്ഞ ഇത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എന്നെ വിടുന്നതാണ് ബുദ്ധി. മോളെ, ഇതൊക്കെ പല കളറിൽ വരും. പക്ഷെ ചുമന്ന കുങ്കുമം നെറ്റിയിലിടുന്ന ഒരു പ്രൗഢി വേറെ ഒന്നിനും കിട്ടത്തില്ല. എന്നാ പിന്നെ ഞാൻ അത് തന്നെ വാങ്ങിക്കാം. അതെടുത്തോളൂ. ആ. എത്ര അമ്മ? 20 രൂപ. ദാ ഇത് വെച്ചോ. അല്ല മോനെ, ചില്ലറ. 50 വെച്ചോ. വാ. തൽക്കാലം ഒരു കുഞ്ഞു സന്തോഷം കിട്ടിയല്ലോ. അതെ, ഈ കുങ്കുമം വാങ്ങിത്തരുന്നതിലല്ല സന്തോഷം, അത് ഭർത്താവ് നെറ്റിയിലിട്ട് തരുന്നതാ. അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നേ. ആ ആഗ്രഹം കൂടി ഇപ്പൊ അങ്ങ് പൂർത്തിയാക്കിയേക്കാം. ആ അമ്മ പറഞ്ഞ സത്യമാ. ഈ നിറം തന്നെയാ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. പോവാ. അമ്മേ, ദേ എല്ലാം എടുത്തിട്ടുണ്ട്. ദാ, ആ, വാ. ആ. നിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കുറവുണ്ടോ എന്ന് കൃത്യമായി നോക്കണം. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകാവൂ. കൽപ്പനെ, അതൊന്നും കൊടുത്തേ. ദാ, ദാ കൊണ്ടുപോയിക്കോ. എന്താ പത്മിനി ഇവളുമായിട്ട്? അവൾ അവളുടെ സ്വർണം ആവശ്യപ്പെട്ടു. അത് കൊടുത്താ ശല്യം തീരുമല്ലോ. ഇട്ടിരുന്ന ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയൊക്കെ കൃത്യമായ കണക്കുണ്ടാവുമല്ലേ നിനക്ക്? ഇപ്പോഴേ ഞങ്ങൾ ഇത് തരാൻ ഉദ്ദേശിക്കുന്നില്ല.